കോതമംഗലത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ. 8 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കൊരുങ്ങി ആന്റണി ജോൺ MLA. താലൂക്ക് ആശുപത്രി മുതൽ പ്രൈമറി ഹെൽത്ത് സെന്റർ വരെ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ MLAയുടെ നീക്കം. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ആരോഗ്യമേഖലയിൽ താലൂക്ക് ആശുപത്രി മുതൽ പ്രൈമറി ഹെൽത്ത് സെന്റർ വരെ 8.02 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി ആന്റണി ജോൺ MLA പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ കം കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി MLAയുടെ ആസ്തി വികസന ഫണ്ട് 3.5 കോടി രൂപ അനുവദിച്ച നിർമ്മാണ പ്രവൃത്തികൾ 70% പൂർത്തിയായി. വാരപ്പെട്ടിയിൽ 1.85 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഐസൊലേഷൻ ബ്ലോക്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തൃക്കാര്യൂർ സബ് സെന്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും ആന്റണി ജോൺ MLA പറഞ്ഞു. അതെല്ലാം നോക്കേണ്ടതും അതിന് മുകളിൽ നിന്നുള്ള ഇടപെടൽ വേണമെങ്കിൽ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുമൊക്കെ നേതൃത്വപരമായി പങ്കുവഹിക്കേണ്ടവരാണ്. അതൊന്നും പഞ്ചായത്തിന്റെ അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഇന്ന കാര്യം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്ക് അവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ മേഖല ഇന്ന് ഞാൻ അത് സൂചിപ്പിച്ചൊരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒക്കെയുള്ള ചെറിയ ചെറിയ പോരായ്മകൾ വലിയ തോതിൽ പർവ്വതീകരിച്ചാൽ വലിയ തോതിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമ്മുടെ ഈ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലായി ആളുകൾ മറ്റെല്ലാ മേഖലയിലും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ആ നിലയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന മണ്ഡലതല അവലോകന യോഗത്തിലാണ് കോതമംഗലം MLA ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അഡീഷണൽ DEO ഡോക്ടർ KK രാജൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ, മണ്ഡലത്തിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാർ, ഹെൽത്ത് സൂപ്പർവൈസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.